നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ടുള്ള പി ശശിക്കെതിരെ കേസെടുത്തുകൊണ്ട് കോടതി മുന്നോട്ട് വന്നിരിക്കുന്നു. ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിൽ 14 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു കേസെടുത്തിരിക്കുന്നത്. മോഷണക്കുറ്റം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് തിരുവനന്തപുരം CJM കോടതി ഇപ്പോൾ കേസെടുത്തത്. പി ശശിയെ കൂടാതെ DGP പത്മകുമാറും ശോഭന ജോർജ് എന്നിവരും കേസിൽ പ്രതികളാണ് എന്നുള്ളതാണ്. പ്രതികളോട് മെയ് 31 ഹാജരാകാൻ നിർദ്ദേശിച്ച് കോടതി സമൻസും അയച്ചു കഴിഞ്ഞു. 2010 ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിലാണ് കേസ്. അതായത് അന്തരിച്ച IPS ഉദ്യോഗസ്ഥൻ അരുൺകുമാർ സിൻഹയും കേസിൽ പ്രതിയാണ്. 1999 നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലെ പരാതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. മോഷണക്കുറ്റത്തിന് പുറമെ പ്രതികൾക്കെതിരെ അന്യായമായി തടങ്കൽ വയ്ക്കൽ, ഭീഷണിപ്പെടുത്തൽ, വ്യാജ തെളിവ് നൽകൽ, ഇലക്ട്രോണിക്സ് തെളിവുകൾ നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്ന ശോഭന ജോർജിൻ്റെ പരാതിയിൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു വരുന്നു. ഈ നയനാർ സർക്കാരിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ആ അറസ്റ്റ് നടന്നത്. അന്ന് മുഖ്യമന്ത്രി നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയുടെ ഒരു സ്വാധീനം, വലിയ സ്വാധീനമായിരുന്നു. ആ സ്വാധീനത്തിലാണ് അന്ന് അറസ്റ്റ് നടന്നതെന്നായിരുന്നു ഹർജിക്കാരൻ്റെ ആരോപണമടക്കം. 2010 ഫയൽ ചെയ്ത കേസിൽ 14 വർഷത്തിന് ശേഷമാണ് കോടതി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആ കേസിൻ്റെ ഒരു നാൾ വഴികൾ എന്ന് പറയപ്പെടുന്നത്, ഈ ശോഭന ജോർജിനെതിരെ വാർത്ത പ്രസിദ്ധീകരിക്കാതിരിക്കാൻ 5 ലക്ഷം രൂപ നന്ദകുമാർ ആവശ്യപ്പെട്ടു എന്നും പണം നൽകാത്തതിനാൽ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്നും ആരോപിച്ചുകൊണ്ട് ശോഭന ജോർജ് പരാതി നൽകുന്നു. മ്യൂസിയം പോലീസ് കേസെടുത്തതിനെ തുടർന്ന് കോഴിക്കോട്ടുള്ള വീട്ടിൽ നിന്ന് 1999 ജൂൺ മാസം 30 രാത്രിയിൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. നന്ദകുമാറിൻ്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്ത് രേഖകൾ എടുത്തുകൊണ്ടുപോയി എന്നുമാണ് കേസ് നടക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശി, ആ പി ശശിയുടെ സ്വാധീനത്തിലാണ് അന്ന് അറസ്റ്റ് നടന്നത് എന്നായിരുന്നു ഹർജിക്കാരനായ നന്ദകുമാറിൻ്റെ വാദവും. ഐസ്ക്രീം പാർലർ കേസ് ഒതുക്കാൻ പി ശശി 1 കോടി രൂപ വാങ്ങിയെന്നാരോപിച്ച് നന്ദകുമാർ വാർത്ത അന്ന് നൽകിയിരുന്നു. ചെങ്ങന്നൂർ MLA ആയിരുന്ന ശോഭന ജോർജ് ചെങ്ങന്നൂർ സ്വദേശിയുടെ മകന് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 1.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതായും നന്ദകുമാർ മറ്റൊരു വാർത്തയും നൽകിയിരുന്നു. അപ്പോൾ ഇതിന് പ്രതികാരമായിട്ടാണ് ഇരുവരും ചേർന്നുകൊണ്ട് തന്നെ അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായ അരുൺകുമാർ സിൻഹയെ കൊണ്ട് കേസെടുപ്പിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള K പത്മകുമാറിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചതെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. അതായത് നന്ദകുമാറിനെതിരെ പോലീസ് എടുത്ത കേസ് പിന്നീട് ഹൈക്കോടതി റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2010 ഫയൽ ചെയ്ത കേസിൽ 14ാം വർഷമാണ് കോടതി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഹർജിക്കാരന് വേണ്ടി അഭിഭാഷകരായുള്ള പുഞ്ചക്കരി രവീന്ദ്രനും കിരണുമൊക്കെയാണ് ഹാജരായത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. DGP പത്മകുമാറും ശോഭന ജോർജും ഒക്കെയാണ് കേസിലെ പ്രതികളായി മാറിയിരിക്കുന്നത്. ക്രൈം നന്ദകുമാറിൻ്റെ പരാതിയിൽ കേസെടുത്തത് 14 വർഷത്തിന് ശേഷമാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ പ്രതികളൊക്കെ മോഷണ കുറ്റങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അന്ന് 99 നയനാർ ഭരിച്ചിരുന്നപ്പോഴും നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. ആ പൊളിറ്റിക്കൽ സെക്രട്ടറി വീണ്ടും ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നു. കേസെടുത്തിരിക്കുകയാണ്. ശോഭന ജോർജും K പത്മകുമാറും അടക്കമുള്ളവർ അതിനകത്ത് പ്രതികളാണ്. ഏകദേശം 14 വർഷത്തിന് ശേഷമുള്ള ഒരു കേസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ക്രൈം നന്ദകുമാറാണ് ഇതിൻ്റെ പരാതിക്കാരൻ. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും പത്മകുമാറിനും മുൻ MLA ക്കുമെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.